കോതമംഗലം പുളിന്താനം സെന്റ് ജോൺസ് ബെസ്ഫാഗെ യാക്കോബായ പള്ളിയിൽ ഹൈക്കോടതി വിധി നടപ്പാക്കാൻ ശ്രമം. ഇന്നലെ രാത്രി മുതൽ പള്ളിക്ക് മുന്നിൽ വലിയ പോലീസ് സന്നാഹമാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. പള്ളി ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറാനാണ് കോടതി ഉത്തരവ്. എബിൻ ജോസ് വിവരങ്ങളുമായി ചേരുന്നു. എബിൻ, ഒരു സംഘർഷം അവിടെ 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 പോലീസ് കരുതിയിരിക്കേണ്ടതുണ്ടോ എബിൻ? ഹാഷ്മി, നിലവിൽ ഒരു സംഘർഷ സാധ്യതയില്ല. ഇന്നലെ രാത്രി മുതൽ പോലീസ് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കോടതി വിധി അനുസരിച്ച് ഓർത്തഡോക്സ് വിഭാഗത്തിന് പള്ളി കൈമാറണമെന്നുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ യാക്കോബായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെയൊക്കെ ഇത്തരത്തിൽ കോടതി വിധി നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ വലിയ പ്രതിഷേധമായിരുന്നു. ഇന്നും സമാനമായ രീതിയിൽ കുട്ടികളും സ്ത്രീകളും അടക്കം പള്ളിയുടെ ഗേറ്റിന് മുന്നിൽ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. കോടതി വിധി അനുസരിച്ച് ഈ പള്ളിയുടെ വിധി നടപ്പാക്കി ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറണമെന്നുള്ളതാണ്. കഴിഞ്ഞ തവണയൊക്കെ ഹൈക്കോടതിയുടെ മുന്നിൽ ഈ കേസ് എത്തിയപ്പോൾ വലിയ വിമർശനം സർക്കാരിന് ഏൽക്കേണ്ടി വന്നിരുന്നു. കോടതി വിധി നടപ്പാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം സർക്കാരിനെ കോടതി ചോദിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഓർത്തഡോക്സ് വിശ്വാസികളോട്, ഓർത്തഡോക്സ് വിഭാഗക്കാരോട് ഈ പള്ളിയിലേക്ക് നിങ്ങൾ പോകേണ്ടതില്ല, പോലീസ് ആ വിധി നടപ്പാക്കി നിങ്ങളെ താക്കോൽ ഏൽപ്പിക്കുമെന്നുള്ളതാണ് യാക്കോബായ വിശ്വാസികളോടും അതുപോലെ പറഞ്ഞിരുന്നു. കോടതി വിധിക്കെതിരായി, കോടതി വിധി നടത്തിപ്പുമായി എതിർത്തുകൊണ്ട് നിൽക്കരുത്, അത് കോടതി വിധി നടപ്പാക്കാൻ അനുവാദം നൽകണമെന്നുള്ളതും നൽകിയതാണ്. പക്ഷേ എങ്കിൽ പോലും ഇന്നലെ രാത്രി മുതൽ വിശ്വാസികളുടെ വലിയ പ്രതിഷേധമാണ് ഇവിടെ വരുന്നത്. നിലവിൽ മൂവാറ്റുപുഴ RDO ആണ് സ്ഥലത്തെത്തേണ്ടത്. RDO എത്തിയാണ് വിശ്വാസികളുമായി സംസാരിച്ച് ഈ പള്ളിയുടെ താക്കോൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറേണ്ടത്. മൂവാറ്റുപുഴ RDO എത്തിയിട്ടില്ല. പക്ഷേ ഇന്നലെ രാത്രി മുതൽ വലിയ പോലീസ് സന്നാഹമുണ്ട്. അടുത്ത തിങ്കളാഴ്ച ഈ കേസ് കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അതിന് മുന്നോടിയായി ഈ വിധി നടപ്പാക്കി കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുള്ളതുകൊണ്ടാണ് ഇന്നിപ്പോൾ പോലീസ് സന്നാഹം ഇവിടെ എത്തിയിട്ടുള്ളത്. ആഷ്മി. ഓക്കെ, എബിൻ ജോസ് ആണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.